നമസ്കാരം. ഏവരുടെയും വീടുകളിൽ പലതരത്തിലുള്ള സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ശംഖുപുഷ്പം ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാകുന്നു. കാരണം ശംഖുപുഷ്പം ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജമുള്ള വീടുകളിൽ ഈശ്വരാധീനമുള്ള ഭൂമിയിലാണ് വിടരുക അല്ലെങ്കിൽ വളർന്നു വരിക. അതിനാൽ ശംഖുപുഷ്പം വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. എന്നാൽ ശംഖുപുഷ്പം ഞാനീ പറയുന്നതായ ദിശയിലുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുന്നതാണ്. ആ ദിശ കിഴക്ക് ദിശയാകുന്നു. നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ദിശയിൽ ഒരു ശംഖുപുഷ്പമെങ്കിലും പിടിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ അഥവാ പൂവിടുന്നുണ്ട് എങ്കിൽ അത് ആ വീടുകളിൽ ഇരട്ടിയായി ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിൻ്റെയും വരാൻ പോകുന്ന സൗഭാഗ്യത്തിന്റെ ഭാഗ്യാനുഭവങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും നിങ്ങൾ ആ പുഷ്പം വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. അല്ലെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ മറ്റോ ദർശനം നടത്തുന്നതായ അവസരത്തിൽ വാഴയിലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്നതും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമാണ്. തീർച്ചയായും ഈ ഒരു കാര്യത്തിന് പ്രാധാന്യം നൽകുക. കിഴക്ക് വശത്ത് ശംഖുപുഷ്പം പിടിച്ചു വരികയാണ് എങ്കിൽ ശരിയായ രീതിയിൽ പരിപാലിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കണം. അഥവാ ആ സസ്യത്തെ ശരിയായ രീതിയിൽ പരിപാലിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നാൾക്ക് നാൾ ഈശ്വരാധീനവും ഐശ്വര്യവും നിങ്ങളുടെ വീടുകളിൽ നിറയുന്നതാകുന്നു.